ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നതൊരു മിൽക്ക് റവ പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. വളരെ സിമ്പിളുമാണ്. 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആകെ ഇതിന് മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മിൽക്ക് റവ പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. നമുക്ക് ഷുഗർ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടാം. ഇപ്പോൾ എനിക്കൊരു കുറവ് ഷുഗർ മതിയായതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ആ പഞ്ചസാര മെൽറ്റ് ചെയ്യാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണമെന്ന് കണ്ടാൽ നമ്മൾ മെല്ലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, കാരണം ആ പഞ്ചസാര കരിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതൊരു കയ്പ്പ് ടേസ്റ്റ് ആയിട്ട് അതിന് വരിക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്ത് ഒരു കാരമൽ ഈ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ വേഗം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ടിന്നിലേക്ക് മാറ്റണം. ആ ടിന്നിൽ നമ്മൾ എണ്ണയോ ബട്ടറോ ഗീയോ എന്തെങ്കിലും തടവിയിട്ട് ഈ കാരമൽ ആ ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഈ കാരമൽ എല്ലായിടത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക, എത്തിക്കാം. അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ വേണമെന്നുള്ളവർക്ക് ഒരു 7 ടേബിൾ സ്പൂണൊക്കെ ഇടാം. ഷുഗർ കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നത്. അതൊക്കെ നമ്മുടെ ഷുഗറിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ എന്താ ചെയ്യാം. എന്നിട്ട് ആ പഞ്ചസാരയും മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് ഒരു സ്പൂണും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ റവയാണ്. അത് നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്യുക. റവ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ പാലിൽ നിന്ന് കൈ ഇളക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂണൊക്കെയാണ് റവ ആഡ് ചെയ്തിരിക്കുന്നത്. റവ ആഡ് ചെയ്താൽ പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം കട്ടകളൊക്കെ പിടിക്കാൻ സാധ്യത. അപ്പോൾ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആ റവയും പാലും പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ഈ പാലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരണം. ഓവർ തിക്കാവാൻ പാടില്ല. ഒരു മീഡിയം തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നന്നായിട്ട് ഈ പാലും റവയും പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരുവിധം തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മെല്ലെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആ മുട്ട നന്നായിട്ടൊരു വിസ്കും കൊണ്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഓപ്ഷണലാണ്. നമുക്ക് വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യുക. ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് ഈ വാനില എസൻസിൻ്റെ രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡായി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മുട്ടയും വാനില എസൻസ് നന്നായി ബ്ലെൻഡായിട്ട് കുറച്ച് ഒന്ന് പതഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് ഈ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വിസ്കും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ ചെറുതായി പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തപ്പോൾ മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളവിടെ ചൂടാക്കി വെച്ച റവയും പാലും കൂടിയുള്ള
പഞ്ചസാരയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. കുറേശ്ശായിട്ട് ഒഴിക്കണം, കാരണം അത് എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുട്ടയെ ആ മിക്സ് നന്നായി ബ്ലെൻഡ് ചെയ്യുകയും വേണം. ആ പാലൊഴിക്കും തോറും വിസ്കും കൊണ്ട് ആ മുട്ടയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് ഈ പാലും ആ മുട്ടയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ കാരമൽ ഉണ്ടാക്കി വെച്ച ആ ടിന്നിലേക്ക് ഈ പാല് പതിയെ ഒഴിച്ചു കൊടുക്കണം. അതിൽ നമ്മൾ തട്ടി കൊടുക്കും, കാരണം അതിൽ ചിലപ്പോൾ ബബിൾസൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ ബബിൾസൊക്കെ ഒന്ന് പോകും. അതിന് ശേഷം നമ്മളിവിടെ ഒരു ഇഡ്ഡലി തട്ടോ എന്തെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 20-25 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം അതൊന്ന് പ്രീ ഹീറ്റായി വന്നപ്പോൾ ഒന്ന് ചൂടൊക്കെ ആയപ്പോൾ നമ്മൾ അതിൻ്റെക്ക് നമ്മുടെ ആ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ടൈറ്റായിട്ട് അടയ്ക്കുക. പിന്നെ ഒരു 20-25 മിനിറ്റ് വരെ നന്നായിട്ട് ആവി കയറണം അതിലേക്ക്. അതിന് ശേഷം നമുക്കൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കണം, കാരണം അത് കറക്റ്റായി വന്നിട്ടുണ്ടോ അതിൽ ഒട്ടി പിടിക്കാതെ വിധം വന്നാൽ അത് കറക്റ്റായി അർത്ഥം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മിൽക്ക് റവ പുഡിങ് കറക്റ്റായി വന്നിട്ടുണ്ട്, കാണുന്ന നല്ല ഭംഗിയുണ്ട്. നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് തിരിച്ച് വെച്ചിട്ട് തട്ടി കൊടുക്കുമ്പോൾ അത് കറക്റ്റായി വരും. ഇത് നമ്മുടെ മിൽക്ക് റവ പുഡിങ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ട് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, കട്ട് ചെയ്തിട്ട് എങ്ങനെ കറക്റ്റായി വരേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതവിടെ നമ്മൾ മിൽക്ക് റവ പുഡിങ് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടൊക്കെ തന്നെ വന്നിരിക്കുന്നത്, കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്